വി ഡി സതീശൻ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ ചിലർക്ക് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെന്താ സതീശൻ പക്ഷത്തേക്ക് മാറിയോ? ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ഒരു സർക്കാർ വരുന്നു, സർക്കാർ വരുന്ന ഉടനെ സർക്കാരിനെതിരെ വടിവാളുമായിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. അത് ജനാധിപത്യമല്ല. സർക്കാരിന് പ്രവർത്തിക്കാനുള്ള, അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള സമയം കൊടുക്കണം. സതീശൻ ചെയ്ത നല്ല കാര്യങ്ങളെ നല്ലതെന്ന് പറയും. അപ്പോൾ എന്നോട് ഈ പറഞ്ഞ ആൾ പറഞ്ഞു, അത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾ തന്നെയാണ്, സതീശൻ്റെ ഗ്രൂപ്പല്ല കേട്ടോ. സതീശൻ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളിത് മാറ്റി പറയേണ്ടി വരും. സതീശൻ ഒന്നാം തരം ഫ്രോഡാണ്. ആ ഫ്രോഡ് സ്വഭാവം സതീശൻ്റെ കയ്യിൽ നിന്ന് പുറത്തു വരും എന്ന് എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ചിരിച്ചതേ ഉള്ളൂ. കാരണം കോൺഗ്രസ്സുകാർക്കല്ലേ അവരുടെ കാര്യം അറിയൂ, കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയൂ എന്ന് പറയുന്ന പോലെ ഞാൻ കോൺഗ്രസ്സുകാരനല്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഫ്രോഡാണോ, ആര് ഫ്രോഡല്ല, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം സതീശൻ നടത്തിയ ഒരു പ്രകടനം വല്ലാതെ മോശമായിപ്പോയി. സതീശനെ ഫ്രോഡെന്ന് പറയുന്ന ആളുകൾക്ക് കണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞത് എന്നു പറയാനുള്ള അവസരമായി. കുട്ടനാട് MLA റജി ചാക്കോ പ്രസംഗിച്ചിട്ട് പറയുന്നു, ഞങ്ങളുടെ നാട്ടിൽ 29-ാം തീയതി ചമ്പക്കുളത്ത് മൂലം വള്ളംകളി നടക്കുകയാണ്. മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി വേണം, സർക്കാർ പരിഗണിക്കണം എന്ന് പറയുന്നു. ഒരു MLA സഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി സതീശൻ എണീറ്റ് നിന്നിട്ട് പറയുന്നു, ഇങ്ങനെ മുൻ വർഷങ്ങളിലൊന്നും കൊടുത്തിട്ടില്ല, എന്നാൽ ജില്ലാ കളക്ടർമാർക്ക് ഇതിന് അധികാരമുണ്ട്, ജില്ലാ കളക്ടർമാരാണ് തീരുമാനിക്കുന്നത്, ജില്ലാ കളക്ടർ അത് നോക്കിയിട്ട് വേണ്ടും വിധം ചെയ്യും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇരിക്കുന്നു. മുഖ്യമന്ത്രി എന്നിട്ട് തൊട്ട് അടുത്തിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയോട്, ആരോട്? കുഞ്ഞാലിക്കുട്ടി ആരാണ്? മന്ത്രിയാണ്. ഏത് പാർട്ടിയുടെ മന്ത്രിയാണ്? മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയോട് പറയുന്നു, അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊന്നും കൊടുക്കാൻ പോകുന്നില്ല. സതീശൻ്റെ ഒരു സ്ഥിരം ശൈലിയുണ്ടല്ലോ, ആ പ്രത്യേക ഒരു എക്സ്പ്രഷനും ആ മുഖഭാവവും കാണിച്ചിട്ട് സതീശൻ പറയുന്നു. സതീശന് മൈക്ക് ചതിച്ചു, ഇതെല്ലാവരും കേട്ടു. അതിൻ്റെ വിഷ്വൽസ് വൈറലായി. സതീശന് വേണമെങ്കിൽ കുട്ടനാട് MLA റജി ചെറിയാനോട് പറയാം, മുൻ വർഷങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല, കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇതുപോലെ ഒരുപാട് വള്ളംകളികൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് മൂലം വള്ളംകളിക്ക് അവധി, ലോക്കൽ അവധി, പ്രാദേശിക അവധി ഒന്നും തരാൻ പറ്റില്ല, അങ്ങനെ കൊടുത്താൽ കേരളം മുഴുവൻ ഇത് കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് അത് നടക്കില്ല, ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാമായിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കാം, നോക്കാം എന്നൊക്കെ പറയുകയും ഇപ്പുറത്ത് മാറിയിരുന്ന് ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്, അവനെ ഇപ്പം ഞാൻ ശരിയാക്കാൻ കൊടുക്കാൻ പോലെ അവൻ മൂലം വള്ളംകളി എന്നൊക്കെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിൽ കുഞ്ഞാലിക്കുട്ടിയോട് അത് നടക്കത്തില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ഫ്രോഡ് തരമാണ്. പൂക്കി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടാടുന്നുണ്ട് നമ്മുടെ ആളുകൾ സതീശൻ ഒരുപാട് പ്രതീക്ഷ ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സതീശൻ്റെ നേർക്ക് വീണ ആദ്യത്തെ ബ്ലാക്ക് മാർക്കാണിത്. സത്യത്തിൽ ഒരു വലിയ വാർത്തയാവണം, കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണിത്. വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, MLA അല്ല, പ്രതിപക്ഷ നേതാവല്ല, മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷയോടെ കാണുന്ന ഒരാൾ പരസ്യമായി ഒന്ന് പറയുകയും രഹസ്യമായി മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ മൈക്കിന് മുമ്പിൽ ഒന്ന് പറയുകയും മൈക്ക് ഓഫ് ചെയ്തിട്ട് അതിന് ഘടകവിരുദ്ധമായി സംസാരിക്കുകയും ചെയ്യുന്ന ആളാണെന്ന് വന്നാൽ, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളുടെ വിശ്വാസ്യത വല്ലാതെ തകർന്നു പോകും. നിങ്ങൾ അതാണ് ചെയ്തത്. ഇനി രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. അതായത് കളക്ടർമാർക്ക് ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ കളക്ടർമാർ ജില്ലാ മജിസ്ട്രേറ്റുമാരാണ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരാണ് എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുന്നു, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പത്രത്തിൽ വന്നൊരു വാർത്ത. എറണാകുളം ജില്ലയിലെ ഒരു കളക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് PH കുര്യൻ എന്നാണോ എന്നെനിക്ക് ഓർമ്മയില്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പത്തെ വാർത്തയാണ്. അദ്ദേഹം ഒരു ഉത്തരവിട്ടു സർക്കാരിനെതിരെ. കളക്ടർ എന്ന നിലയിലല്ല, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചിട്ട് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു, എറണാകുളത്തെ തകർന്നു കിടക്കുന്ന റോഡുകളെല്ലാം ഉടൻ നന്നാക്കണം എന്ന് പറഞ്ഞ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത് ഞാൻ പറയുന്നത് ഓർമ്മയുള്ള മുതിർന്ന ആളുകളുണ്ടാവാം. ഞാനന്ന് വിദ്യാർത്ഥിയാണ്. കൗതുകരമായൊരു വാർത്ത കേട്ടതുകൊണ്ട് ഞാൻ എൻ്റെ ശ്രദ്ധയപ്പെട്ടത്, അതുകൊണ്ട് കളക്ടറുടെ പേര് മറന്നുപോയി. സത്യത്തിൽ അതിന് അധികാരമുണ്ട് കളക്ടർക്ക് ജില്ലാ മജിസ്ട്രേറ്റുമാർ കൂടിയായതുകൊണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ കളക്ടർമാർക്ക് ഇത്തരം ചില അധികാരങ്ങളുണ്ട്. വേണമെങ്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിക്കാം. അതുകൊണ്ടാണല്ലോ നമ്മുടെ കുട്ടികളെല്ലാം കളക്ടറെ ഇന്ന് മഴ അവധിയുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നത്. കളക്ടർ തീരുമാനിക്കാം. മുഖ്യമന്ത്രി വിളിച്ചിട്ട് സാറേ മഴ പെയ്യുന്നുണ്ട്, പിള്ളേർക്ക് അവധി കൊടുക്കണോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ചെയ്യാനുള്ള അധികാരം നിയമപരമായി ജില്ലാ കളക്ടർമാർക്കുണ്ട്, ജില്ലാ മജിസ്ട്രേറ്റുമാർ എന്ന നിലയിൽ.
ഓർക്കുന്നില്ലേ ഷാജി കൈലാസിൻ്റെ സിനിമ, രഞ്ജി പണിക്കരുടെ സിനിമ, ഞാൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സ് എന്ന നിലയിൽ ഉത്തരവിടുന്നു, ജില്ലാ പോലീസ് മേധാവി എന്തു ചെയ്യും എന്ന് അലക്സ് തേവള്ളിപ്പറമ്പിൽ മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചോദിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം അത് തന്നെ. ആ അധികാരമുണ്ട്. ആ അധികാരത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ അധികാരമില്ല. അത് സ്വതന്ത്രമായ നിയമം മൂലം ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഉള്ള അധികാരമാണ്. ഭരണഘടന അല്ലെങ്കിൽ നിയമദത്തമാണ്. അത് ജില്ലാ കളക്ടർ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല. കളക്ടർമാരൊക്കെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പറയുന്നതിന് അപ്പുറത്തൊന്നും ചെയ്യത്തില്ല. അതിന് തണ്ടലുള്ള ഒറ്റ കളക്ടറും കേരളത്തിൽ ഇന്നില്ല എന്നത് സത്യമാണ്. നട്ടലിന് പകരം വാഴപ്പിണ്ടിയും വെച്ചിരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ കളക്ടർമാർ. അങ്ങനെയുള്ളവരെയാണല്ലോ തപ്പിപ്പിടിച്ചാക്കുന്നത്. അപ്പോൾ ഏതായാലും വല്ലാത്ത മോശമായിപ്പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ ചെയ്തത്. കാരണം നിങ്ങളെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളുണ്ടല്ലോ, അങ്ങ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും നല്ലതിനെ കണ്ട് കൈയടിക്കുകയും ഇതാണ് ശരി, ഇങ്ങനെ വേണം. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു എന്താണ് പറയുക, എനിക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകൾ കിട്ടുന്ന ഒരാളുടെ നിങ്ങളെന്തും പൂരിപ്പിച്ചോ. ദുർഭരണത്തിൽ 10 വർഷം നരകയാതന അനുഭവിച്ച ജനങ്ങൾ ആശ്വാസത്തിനായിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും ജനം വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് ഉറപ്പോടെ ഇല്ല, ഈ അവധി നടക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതെന്തൊക്കെ വ്യാഖ്യാനങ്ങൾ വന്നു. മൂലം വള്ളംകളി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെയാണ്, മൂലമാണ്, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് സ്വകാര്യമായി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയോട് പറയുന്നു. അതായത് സതീശൻ ഇസ്ലാമിക നുഖത്തിന് കീഴിലാണ്, അവർക്ക് മുറിവുണ്ടാക്കുന്ന വേദന ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യില്ല എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലേക്ക് ഇത് മാറിയില്ലേ. സൂക്ഷ്മത, ജാഗ്രത ഒരു മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടതാണ്. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയോട് അടുപ്പമുള്ള ആളോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെയോ ലീഗിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന ആളോ എന്നത് ചരിത്രം അല്ലെങ്കിൽ കാലം തെളിയിക്കേണ്ടതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. 1 മാസം കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊരു വല്ലാത്ത കാഴ്ചയായിപ്പോയി. അങ്ങയുടെ ആക്ഷൻസ്, അങ്ങയുടെ ചിരികൾ, അങ്ങയുടെ ചില കമൻറ്റുകളൊക്കെ ശ്രദ്ധാപൂർവം കാണുന്ന ആളുകൾക്ക് മുന്നിൽ വല്ലാത്തൊരു വൈഷമ്യമുണ്ടാക്കുന്ന 2 മുഖമുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്ന് ആദ്യമായി തെളിയിക്കപ്പെട്ട വിഷ്വൽസാണ് പുറത്തു വന്നത്. ഇനി ഇതാണോ യഥാർത്ഥ സതീശൻ ഒന്ന് പറയും, ചെയ്യുന്നത് മറ്റൊന്നായിരിക്കും. നമുക്കറിയാം ചില നേതാക്കന്മാരില്ലേ, അപേക്ഷയൊക്കെ എഴുതി കൊടുക്കും, അതെല്ലാം മേടിച്ചൊക്കെ ശരിയാക്കാം എന്ന് പറയും, പോകുന്ന വഴിക്ക് കീറിക്കളയും. അങ്ങനെ ആളുകളെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ജീവിതത്തിലും ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ കാര്യം ചെയ്യില്ല ആർക്ക് വേണ്ടിയും. അധികാരം എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖിച്ച് 5 വർഷക്കാലം വാഴാനുള്ളതാണ് എന്ന് കരുതുന്ന ചില രാഷ്ട്രീയക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സതീശൻ അങ്ങനെ ആവില്ല. സതീശനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത്, സതീശൻ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനോടുകൂടി ഒരു സ്ട്രാറ്റജിയോടെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയത് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം MLA-മാരും എതിരായിട്ടും ഹൈക്കമാൻഡിന് താല്പര്യമില്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാൻ സതീശൻ കാണിച്ചൊരു പാടവമുണ്ടല്ലോ. അതിൽ വന്നതിന് ശേഷം, ആ പദവി വന്നതിന് ശേഷം അടുത്ത 5 വർഷമല്ല, അത് കഴിഞ്ഞും തനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കണം എന്നുള്ള ഒരു തീരുമാനം സതീശൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ കണ്ട ആളാണ് ഞാൻ. നല്ലത്, അങ്ങനെ തുടർച്ചയായി കോൺഗ്രസിലും ഒരു 10 വർഷക്കാലം ഭരിക്കാൻ പറ്റുന്നൊരു മുഖ്യമന്ത്രി കിട്ടുമെങ്കിൽ നല്ലത് എന്ന് പറയുന്ന ആളാണ് ഞാൻ. അതിന് പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ നല്ലത് എന്ന് ഞാൻ പറഞ്ഞു എന്നത് ഞാൻ പിന്നീടൊരിക്കൽ പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെ പോയാൽ വളരെ പെട്ടെന്ന് പിണറായി വിജയന് സംഭവിച്ചത് എന്താണെന്ന് സതീശൻ ഓർമ്മിക്കണം. പിണറായി വിജയനെ പോലെ ഒരു ടവറിങ് ആയിട്ടുള്ള സ്വാധീനമുള്ളൊരു നേതാവായി സതീശൻ ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം അവരുടെ പിന്നിലുള്ള പാർട്ടി കോൺഗ്രസ് പാർട്ടിയേക്കാളും വലിയ കെട്ടുറപ്പുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. കോൺഗ്രസിനേക്കാളും വലിയ പ്രസ്ഥാനമാണ് CPM. കേരളത്തിലെങ്കിലും ഗതികേട് കൊണ്ട് അതിനകത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. സഹകരണ ബാങ്കിലെ ജീവനക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ട്രേഡ് യൂണിയൻ അംഗങ്ങൾ, INTUC-ക്കാർ, ഇവർക്കൊക്കെ അതിലൂടെ നിന്നേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇത് പറ്റുന്നറിയാം, നാളെ പണിയുണ്ടാവത്തില്ല. കേരളത്തിലെ സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് CPM-ആണ്. അതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ പിണറായി വിജയൻ്റെ മഹത്വം കൊണ്ടൊന്നുമല്ല. പേടിച്ച് നിൽക്കുന്നവരാണ്, പേടിച്ച്. ആ പേടി കൊണ്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാവുകയും ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുകയും ചെയ്ത ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയനെ ജനം എങ്ങനെയാണ് വലിച്ചെറിഞ്ഞതെന്ന് സതീശൻ ഓർമ്മിക്കണം.
അതുകൊണ്ട് സതീശൻ കുമ്പിടി കളിക്കരുത്. ഇവിടെയും കണ്ടോ അവിടെയും കണ്ടോ, ഇവിടെ ചിക്കൻ തിന്നും അവിടെ വെജിറ്റേറിയൻ. എണീറ്റ് നിന്ന് സഭയിൽ ജനങ്ങൾക്കൊക്കെ ജനപ്രതിനിധിയോട് പരിഗണിക്കാം എന്ന് പറയുന്നു. ഇപ്പുറത്തിരുന്ന അടുത്ത ആളുടെ കാതിൽ അവന് ഞാൻ തേങ്ങയാണ് കൊടുക്കാൻ പോകുന്നത്, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നത് നെറികേടാണ്. ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ആളുകളെയാണ് ഫ്രോഡുകൾ എന്ന് ആളുകൾ പൊതുവിൽ വിളിക്കുന്നത്. അത്തരം ഒരു പേര് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക്, ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് സതീശൻ, ഒരു സംശയമില്ല. എല്ലാവർക്കും സതീശന് ഇഷ്ടമാണ്. കാരണം പിണറായിയോടുള്ള കലിപ്പ് കേട്ടാൽ പിണറായി ചെയ്ത കാര്യങ്ങളും സതീശൻ ചെയ്ത കാര്യങ്ങളോട് കമ്പയർ ചെയ്യും. അപ്പോൾ സതീശൻ വളരെ പ്രിയപ്പെട്ട ആളാണ്. പക്ഷേ പിണറായിയെപ്പോലെ ആകാൻ, വെറുക്കപ്പെട്ടവനാകാൻ വലിയ സമയമൊന്നും വേണ്ട. ജാഗ്രത വേണം, അതിജാഗ്രത വേണം. ഇല്ലെങ്കിൽ സതീശനെ ജനം പിണറായിയെപ്പോലെ കാണും. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. പരമാവധി 100% സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല, എനിക്കറിയാം. പക്ഷേ ഇത് വളരെ മോശമായിപ്പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഒരാത്മപരിശോധന പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നടത്തണം എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത്തരം അഭ്യർത്ഥനയുണ്ട്. നേരത്തെ ഒരാൾ പറഞ്ഞത് ശരിയാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. തുടക്കത്തിൽ പറഞ്ഞില്ലേ, സതീശൻ്റെ തനിനിറം നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിൻ്റെ വാക്കുകൾ ശരിയാവാതിരിക്കട്ടെ എന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിക്ക് എല്ലാ ആശംസകളും. ഇത് സതീശൻ്റെ മറ്റൊരു മുഖം കാണിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും വീഡിയോ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉറപ്പായിട്ടും അത് ചെയ്യണേ.